വയനാട് വൈത്തിരിയിൽ കോളേജ് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം. വൈത്തിരി സ്വദേശി ഹാരിസാണ് വിദ്യാർത്ഥിനിയെ ആക്രമിച്ചത്. പ്രതിയെ പോലീസ് പിടികൂടി. വിവരങ്ങളുമായി ശ്രീജിത്ത് ചേരുകയാണ്. ശ്രീജിത്ത്, എപ്പോഴായിരുന്നു സംഭവം? മറ്റ് വിശദാംശങ്ങൾ കൂടി. ഇന്നലെ രാത്രി 8:30 വയനാട് വൈത്തിരിയിൽ കോളേജ് വിദ്യാർത്ഥിക്ക് നേരെ ലൈംഗിക അതിക്രമം ഉണ്ടായത്. വൈത്തിരി സ്വദേശിയായ ഹാരിസ് 31 വയസ്സാണ് ഈ പെൺകുട്ടിയെ കടന്നു പിടിച്ചത്. വിദ്യാർത്ഥിനി സുഹൃത്തുക്കളോടൊപ്പം വൈത്തിരി ടൗണിലൂടെ ഇന്നലെ നടന്നു പോകുമ്പോഴായിരുന്നു പ്രതി ഇത്തരത്തിൽ പെൺകുട്ടി നേരെ ആക്രമണം നടത്തിയത്. ഇതിനെ തുടർന്ന് പെൺകുട്ടി ഇതിനെ ചോദ്യം ചെയ്തപ്പോൾ പ്രതി മോശമായി സംസാരിക്കുകയും ചെയ്തു. പിന്നീടാണ് പെൺകുട്ടി ഉടൻ തന്നെ വൈത്തിരി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. തുടർന്ന് പോലീസ് CCTV ക്യാമറ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലായിരുന്നു പ്രതിയെ പിടികൂടിയത്. നിലവിൽ IPC 354, 509 വകുപ്പ് പ്രകാരമാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിനുശേഷമാണ് പ്രതിയെ ഇന്നലെ രാത്രിയോട് തന്നെ പോലീസ് പിടികൂടിയിരുന്നു. അതേസമയം രാഷ്ട്രീയ മത സംഘടനകളുടെ സമ്മർദ്ദം മൂലം പ്രതിയെ മണിക്കൂറുകൾക്കകം തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്നും ജാമ്യത്തിൽ വിട്ടയച്ചിരുന്നു. ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള ഗുരുതര വകുപ്പുകൾ ചുമത്തിയാണ് ഈ പ്രതിക്കെതിരെ കേസെടുത്തത്. എന്നിട്ട് പ്രതിയെ വിട്ടയച്ചതിൽ നാട്ടുകാരും പെൺകുട്ടിയുടെ സുഹൃത്തുക്കളും ഉൾപ്പെടെ നിലവിൽ അമർഷത്തിൽ. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഗുരുതരമായ വലിയ വകുപ്പുകൾ ചുമത്തിയിട്ടും ജാമ്യം ലഭിക്കുന്നു, പ്രതി ഇറങ്ങിപ്പോകുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തുനിന്നും ഇടപെടലുകൾ ഉണ്ടാകുന്നില്ല. ശ്രീജിത്ത് പറഞ്ഞതുപോലെ തന്നെ രാഷ്ട്രീയ ഇടപെടൽ ശക്തമായിരുന്നു. പ്രതിയെ സംരക്ഷിക്കുന്ന, പ്രതിയെ പിന്തുണയ്ക്കുന്ന സമീപനം തന്നെയാണ് മറ്റുള്ളവർ, പ്രത്യേകിച്ച് രാഷ്ട്രീയ കേന്ദ്രങ്ങളിലടക്കം സ്വീകരിക്കുന്നത്, അല്ലേ? തീർച്ചയായും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പെൺകുട്ടി ഉടൻ തന്നെ പരാതി നൽകിയെങ്കിലും ഈ പോലീസ് പെട്ടെന്ന് തന്നെ ഇടപെട്ട് ഈ പ്രതിയെ നിലവിൽ പിടികൂടുന്നു. അതിനുശേഷമാണ് പ്രതിയെ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചതിന് ശേഷമായിരുന്നു ഈ പോലീസ് സ്റ്റേഷനിലേക്ക് രാഷ്ട്രീയ മതസംഘടനകളുടെ നേതാക്കൾ കടന്നു വരികയും ഇത്തരത്തിൽ പ്രതിക്ക് അനുകൂലമായ ഒരു സാഹചര്യം അവിടെ ഉണ്ടാക്കുകയും ചെയ്തു. തുടർന്നാണ് മണിക്കൂറുകൾക്കകം തന്നെ ഇത്രയും വലിയ 354, 509 ഉൾപ്പെടെയുള്ള സ്ത്രീക്ക് നേരെയുള്ള ലൈംഗിക അതിക്രമം ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തി ഇത്തരത്തിൽ കേസെടുത്തിട്ട് മണിക്കൂറുകൾക്കകം തന്നെ ഈ പ്രതിയെ നിലവിൽ വിട്ടയച്ചിരിക്കുകയാണ്. വയനാട്ടിൽ നിന്നും ശ്രീജിത്താണ് വിശദാംശങ്ങൾ നൽകിയത്.